തെറി വിളിക്കാൻ വരുന്ന ആൾക്കാരുടെ ഒരു അപേക്ഷയുണ്ട്. ഇത് മുഴുവനായി കേട്ടതിന് ശേഷം തെറി വിളിച്ചാൽ മതി. കേട്ടോളൂ. ഇംഗ്ലണ്ടിലുള്ള ഒരു വ്യക്തിയാണ് എന്നെ ഇന്ന് വിളിച്ചത്. റോയിച്ചേട്ടാ, എനിക്ക് റോയിച്ചേട്ടനോട് ഒന്ന് സംസാരിക്കണം. ഞാൻ വളരെ വിഷമത്തിലാണ്, ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് ആരോടും ഇത് പറയാനില്ല, മനസ്സ് തുറന്ന് പറയാനില്ല. അതുകൊണ്ട് ഞാൻ ഈ റോയിച്ചേട്ടനോട് ഇതൊന്ന് പറയുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ പറയാ, ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ബുദ്ധിമുട്ട്, അവന്റെ വിഷമങ്ങൾ കേൾക്കാനായിട്ട് അവനോട് ഞാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഒരു ഇവിടെ വന്നു കഴിഞ്ഞ് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരനെ അവൻ ഭയങ്കര കൂട്ടുകാരനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്, ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. അവനെ സ്ഥിരം ഇവന്റെ വീട്ടിലേക്ക് അവൻ ജോലി കഴിഞ്ഞ് കന്നു കഴിഞ്ഞാൽ അവൻ വിളിക്കുകയും ഇവർ ഒന്നിച്ചാണ് ഇവന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ മദ്യപാനം പലപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ട് പൊക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവന് ചില സംശയങ്ങൾ ഇവനുണ്ടായി. ഈ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ നിന്ന് ചില സംശയങ്ങളൊക്കെ ഇവന് വരികയും ഇവനോടുള്ള ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ ഇവന്റെ സംശയത്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഇവൻ അത് കഴിഞ്ഞ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവന്റെ വീട്ടിൽ ഒരു ഹൈഡനായിട്ട് ഒരു ക്യാമറ വെച്ചിട്ട് പോവുകയും ആ ക്യാമറ അവന്റെ മൊബൈലുമായിട്ടുള്ള കണക്ഷൻ ഉള്ളത് ആയിരുന്നു. അപ്പോൾ അവൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പല സമയത്തും ഇവന്റെ ഈ കൂട്ടുകാരൻ ഇവന്റെ വീട്ടിൽ വരുന്നതായിട്ട് ഇവൻ ശ്രദ്ധയിൽപ്പെട്ടു, ഈ ക്യാമറയിൽ കൂടെ. അതിന്റെ ഫലമായിട്ട് ഒരു ദിവസം ഇവൻ ഡ്യൂട്ടിക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പോയിട്ട് ഇവൻ തിരിച്ച് ഡ്യൂട്ടിക്ക് പോകാതെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇവന്റെ ഈ സുഹൃത്ത് ഇവന്റെ വൈഫിനൊത്ത് ഇവന്റെ വീട്ടിലിരിക്കുകയാണെന്നാണ് കാണുന്നത്. അപ്പൊ ആ അവസരത്തിൽ ഇവന്റെ ഈ കൂട്ടുകാരനെ പിടിച്ച് ഇവൻ തല്ലുകയും അത് കഴിഞ്ഞിട്ട് അവനെ ഇറക്കി വിടുകയും ചെയ്തു. അതിനുശേഷം ഇവൻ പറഞ്ഞത്, ഇവന്റെ വൈഫ് ഇവനോട് മിണ്ടിയല്ല. ഇവന്റെ വൈഫും ഇവര് രണ്ട് മുറിയിലാണ് താമസിക്കുന്നത്. റോയിച്ചേട്ടാ, ഞാൻ ഒരു മനുഷ്യനോട് മിണ്ടാതില്ലാതെ ഞാനിങ്ങനെ ലോഞ്ചിൽ കിടക്കുകയാണ്. എനിക്കിപ്പം ആകപ്പാടെ മൊത്തം സംശയങ്ങളും എനിക്ക് പേടികളും, ഞാനൊരു മാനസിക രോഗി ആയി മാറിയിരിക്കുകയാണ്. എനിക്ക് പുള്ളിക്കാരത്തി ഭക്ഷണം പോലും തരുന്നത് എനിക്ക് കഴിക്കാനായിട്ട് പേടിയാണ്. എന്നെ കൊല്ലാനായിട്ട് വിഷം ഇട്ടു തരുമോ എന്നുള്ളതൊക്കെ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അവനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇതിന്റെയൊക്കെ തെറ്റുകളൊക്കെ നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. നിനക്ക് ഇതുപോലെയുള്ള ആളുകളെ ഒക്കെ വിളിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് മദ്യപിക്കാനൊരു ചാൻസ് കൊടുത്തത് നീയാണ്. അപ്പൊ എനിക്ക് ഈ ഇംഗ്ലണ്ടിലുള്ള പ്രിയ സ്നേഹിതരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം, നിങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഇവിടെയുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവരെയൊക്കെ എങ്ങനെയുള്ളവരാണെന്നൊന്നും നിങ്ങൾക്കറിയാൻ മേല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വിളിച്ചു വരുത്തി നിങ്ങൾ മദ്യപിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതിപ്പോ യൂറോപ്പിൽ മാത്രമല്ല, ഇത് ഗൾഫിൽ നടക്കുന്നുണ്ട്, നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിലെനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, കല്യാണം കഴിക്കുമ്പോൾ ഏജ് ഏകദേശം ഒരു കറക്റ്റ് ആക്കിയിട്ട് കഴിക്കുക. അതായത് നമ്മളെക്കാളും വളരെ വയസ്സ് കുറവുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാതിരിക്കുക. രണ്ടാമത്തത്, സുഹൃത്തുക്കളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക. മൂന്നാമത്തത്, പണമുണ്ടാക്കുന്ന തിരക്കില് കുടുംബത്തെ നോക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പൊ ഇനി തെറി വിളിക്കുന്ന ആൾക്കാർ വിളിച്ചോളൂ കേട്ടാ.